1000 സ്വകാര്യ ദുഃഖങ്ങളും പേറി ഇന്നേ ദിവസം വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോടുകൂടി മരിക്കുവാനും സഹിക്കുവാനും കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എത്രമാത്രം കുരിശും സഹനങ്ങളുമാണ് നമ്മൾ എടുക്കുന്നത്. നാം ധരിക്കുന്ന കുരിശ് ധരിക്കുന്നു. നാം സ്വീകരിക്കുന്ന സമാധാനം തന്നെ ഈ കുരിശിന്റെ ആകൃതിയിലാണ്. നെറ്റിയിൽ പല പ്രാവശ്യം നാം കുരിശ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ താലിയിൽ നോക്കിയേ ഈ കുരിശ് തന്നെയല്ലേ കാണുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുരിശും സഹനവും വന്നു കഴിയുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പല വ്യക്തികളും 3 രീതിയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് ഒരു സഹനം വന്നു കഴിയുമ്പോൾ, കുരിശ് വന്നു കഴിയുമ്പോൾ അവൻ സ്വീകരിക്കുന്നത്. ഒന്നാമതായി പറയുകയാണ് പൈശാചികമായി, രണ്ടാമതായി മാനുഷികമായി, മൂന്നാമതായി ദൈവികമായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു സഹനം ലഭിച്ചു എന്ന് വിചാരിക്കേ, ആ വ്യക്തി വിചാരിക്കുകയാണ് എനിക്ക് ഈ സഹനം തന്ന വ്യക്തിയുടെ തലയിൽ ഇടിവെട്ടി പോട്ടെ, എങ്ങനെയെങ്കിലും നശിക്കട്ടെ. അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നീ സഹനത്തെ സ്വീകരിക്കുന്നുണ്ട്, അതിനെ പൈശാചികമായിട്ടാണ്. രണ്ടാമത് നമുക്ക് പറഞ്ഞു തരികയാണ് മാനുഷികമായിട്ടും നമുക്ക് സഹനത്തെ സ്വീകരിക്കാൻ സാധിക്കും. എനിക്കൊരു സഹനം വന്നു എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുക. എന്തിനാ ദൈവമേ തന്നേന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ച് ഞാൻ തന്നെ ദുഃഖത്തിലായിരുന്നു നിരാശയപ്പെട്ട് ജീവിക്കുക. എനിക്കിങ്ങനെ വന്നല്ലോ. എന്നാൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് സഹനം വരുമ്പോൾ ദൈവികമാക്കി മാറ്റുവാൻ സാധിക്കുക? ദൈവത്തോട് തന്നെ ചോദിക്കുക, ദൈവമേ എന്തിനാ എനിക്ക് ഈ സഹനം തന്നിരിക്കുന്നത്? നമുക്ക് കാണാം വിശുദ്ധ അൽഫോൻസമ്മയെ നാം വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? അവൾ സഹനത്തിന്റെ വീതിയിലൂടെ നടന്നീങ്ങിയതുകൊണ്ട്. നമ്മളൊക്കെ ഭരണകാലത്ത് കടന്നു ചെല്ലുമ്പോൾ നാം കണ്ടിട്ടുണ്ട് ഒത്തിരിയേറെ കല്ലറകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നൊരു കല്ലറ മാത്രം ഉയർന്നു നിൽക്കുന്നു. ഒരു വിശ്വാസത്തിന്റെ കല്ലറ, ഒരു സ്നേഹത്തിന്റെ കല്ലറ, ഒരു സഹനത്തിന്റെ കല്ലറ, ഇത് മാത്രം ഉയർന്നു നിൽക്കുക. ഈ വിശുദ്ധ അൽഫോൻസമ്മ നമ്മളൊക്കെ പറയും ഭാഗ്യം കെട്ട ജീവിതമെന്ന്. എന്നാൽ അവൾക്കറിയാമായിരുന്നു ഞാൻ സഹിക്കുമ്പോഴും ഞാൻ വേദനിക്കുമ്പോഴും തമ്പുരാന്റെ സന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കുകയാണ്. ഈ അൽഫോൻസമ്മ ദേ കീറിപ്പൊളിഞ്ഞ പായേ കിടക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ജലം ഇങ്ങനെ ഒലിച്ചൊലിച്ചോണ്ടിരിക്കുകയാണ്. രോഗിണിയായി കിടക്കുന്ന അവസ്ഥ. ലോകം മുഴുവൻ പറയും എത്രയോ നിർഭാഗ്യം കെട്ട ഒരു ജീവിതമെന്ന്. എന്നാൽ ആ സമയത്ത് അൽഫോൻസമ്മയ്ക്ക് അറിയാം ഞാൻ എൻ്റെ തമ്പുരാന്റെ മുമ്പില് സമ്പത്ത് ശേഖരിച്ചു വെക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ മുമ്പിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കുകയാണ്. ഓരോ വ്യക്തികളും തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും വരുമ്പോൾ അതിനെ ദൈവികമാക്കി മാറ്റുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ വ്യക്തികള് അൽഫോൻസമ്മയേക്കാൾ കൂടുതലായി സഹിക്കുന്നുണ്ട്. എന്നാൽ ഇവരൊന്നും അൽഫോൻസമ്മയെ പോലെ വിശുദ്ധിയായി തീരുന്നില്ല. കുടുംബ ജീവിതത്തിൽ എത്രയോ സഹനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒന്നുകിൽ പൈശാചികമാക്കി മാറ്റുന്നു, മാനുഷികമാക്കി മാറ്റുന്നു. ഒരു വ്യക്തിയും ദൈവികമാക്കി മാറ്റാത്തത് കൊണ്ടാണ് സഹനങ്ങളെ സംബന്ധിച്ച് നാം വെറും ഒരു വിശുദ്ധനായോ ഒരു വിശുദ്ധിയായോ മാറാത്തത്. ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. ഈ വചനം ശ്രവിക്കുമ്പോൾ ഈശോയെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ എനിക്ക് ദൈവികമാക്കി മാറ്റുവാനുള്ള കൃപയും വരവും എനിക്ക് തരണമേ എന്ന്. തിരുവചനത്തിൽ 2 വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഒന്ന് പത്രോസ്, മറ്റൊന്ന് യൂദാസിനെ. യൂദാസിനെ യേശു വിളിക്കുന്നു സ്നേഹിത. വഞ്ചനയുടെ ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ യേശു വിളിച്ചു സ്നേഹിത. എന്നാൽ കുരിശെടുക്കുവാൻ തന്നെ തടസ്സപ്പെടുത്തിയ പത്രോസിനെ യേശു വിളിക്കുന്നുണ്ട് സാത്താൻ. സാത്താൻ എന്ന് പറയുന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം എന്താ? തടസ്സം, പ്രതിബന്ധം എന്നൊക്കെയാണ്. ഏതൊക്കെ വ്യക്തികളാണോ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് അതൊക്കെ തമ്പുരാൻ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സാത്താന്മാരായിരുന്നു. എന്നാൽ ഏതൊക്കെ വ്യക്തികളാണോ കുരിശെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, ഏതൊക്കെ വ്യക്തികളാണോ സഹനങ്ങൾ എനിക്ക് തന്നത്, അവരൊക്കെ യേശുവിനെ സംബന്ധിച്ച് സ്നേഹിതന്മാരായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു സംഭവം ഞാൻ ഓർക്കുക.
വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 30ഓളം ജൂനിയർ ഡോക്ടേഴ്സ് കൊടൈക്കനാൽ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ഉണ്ടല്ലോ, കൊടൈക്കനാലിന്റെ വളവും പുളവും എല്ലാം കയറുമ്പോൾ ഒരു കൊക്കയിലേക്ക് മറഞ്ഞു. അങ്ങനെ അതില് ഒരു 4-5 ജൂനിയർ ഡോക്ടേഴ്സ് അവിടെ വെച്ച് മരിക്കുകയാണ്. അതിലൊരു കാഞ്ഞങ്ങാടുകാരി ഡോക്ടർ മേരി വർഗീസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ മേരി വർഗീസിന്റെ 6 മാസത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം വെല്ലൂർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഇങ്ങനെ അവളോട് പറഞ്ഞു, മോളെ, നിനക്ക് അരയ്ക്ക് താഴേക്ക് ചലിപ്പിക്കാൻ സാധിക്കില്ല, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാം. ഈ ഡോക്ടർ മേരി വർഗീസ് ജൂനിയർ ഡോക്ടർ തൻ്റെ മുറിയിൽ ഒരു ക്രൂശിത രൂപമുണ്ട്. ഈ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ തമ്പുരാനോട് ചോദിച്ചു എന്നാ അവളുടെ ജീവചരിത്രത്തെ പറയുന്നത്. എന്തിനാ എൻ്റെ തമ്പുരാനെ എൻ്റെ അരയ്ക്ക് താഴേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല, അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നു, എന്തിനാ എന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്? ഡോക്ടർ മേരി വർഗീസ് ആ സമയം കുരിശിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. മോളെ, നിന്റെ അരയ്ക്ക് താഴേക്കല്ലേ ചലിപ്പിക്കാൻ സാധിക്കാത്തത്, നിന്റെ അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുമല്ലോ. നിന്റെ അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഭാഗം വെച്ചുകൊണ്ട് നിന്റെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഡോക്ടർ മേരി വർഗീസിന്റെ ജീവചരിത്രം നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും, അതിസൂക്ഷ്മങ്ങളായ ഓപ്പറേഷനുകൾ ചക്രകസേരകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവൾ പറക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഒത്തിരിയേറെ അവാർഡുകൾ ഇവളുടെ ജീവിതത്തിലേക്കും വെല്ലൂർ ഹോസ്പിറ്റലിലേക്കും ഇവൾ വാങ്ങി കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തി, പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുന്ന വ്യക്തി തനിക്കൊരു സഹനം വന്നു, തനിക്കൊരു വേദന വന്നു, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിന്തിക്കും, ഇതിനിടയിൽ ഒരു ക്രൂശിതനെ, തനിക്കൊരു ക്യാൻസർ രോഗം വന്നു എന്ന് വിചാരിക്കുക. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ക്യാൻസർ രോഗത്തിനും തനിക്കുമിടയിൽ ക്രൂശിതരെ കണ്ടുമുട്ടാം. പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ തനിക്കും തന്റെ ക്യാൻസർ രോഗത്തിനുമിടയിൽ വെറും കുരിശ് മാത്രമേ കണ്ടെത്തിയുള്ളൂ. 25 ലക്ഷം കടബാധയുണ്ടെന്ന് വിചാരിക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്റെ കടബാധയ്ക്കും തനിക്കുമിടയിൽ ക്രൂശിതരെ കണ്ടുമുട്ടാം. പ്രാർത്ഥിക്കാത്ത വ്യക്തി തനിക്കും തന്റെ കടബാധ്യതയ്ക്കുമിടയിൽ വെറും കുരിശ് മാത്രമേ കണ്ടെത്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങളിൽ, വേദനകളിൽ ക്രൂശിതരെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. ക്രൂശിതന്റെ മുറിവുകളിലേക്ക് നിന്റെ സഹനം എന്തായിക്കൊള്ളട്ടെ ഒന്നൊന്നായി നീ വെച്ചുകൊടുക്ക. ക്രൂശിതൻ നിനക്ക് മറുപടി തരും, അതിനെ ദൈവീകമാക്കി മാറ്റുവാനുള്ള കൃപ തരും. ക്രൂശിതന്റെ ജീവിതത്തിൽ നോക്കി പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി അവൻ സഹിച്ച വേദനയല്ലേ ഈ സഹനം എന്ന് പറയുന്നത്. അവർ വേണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ സഹനത്തെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും എടുക്കുന്ന വേദനയുടെ പേര് കുരിശ്. ഈ സഹനം, ഈ രോഗം എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കാൻ ദൈവം സഹനത്തിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിടും. തിരുവചനം തരുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, മുന്തിരി ചെടിയെ വെട്ടിയൊരുക്കുന്നു അതിന്റെ കൃഷിക്കാരൻ. ഇതുപോലെ സഹനത്തിന്റെ വീതിയിലൂടെ ഓരോ ക്രൈസ്തവനെയും തമ്പുരാൻ കർത്താവ് വെട്ടിയൊരുക്കും. എന്തിനു വേണ്ടി? കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് സഹനമായിക്കൊള്ളട്ടെ എൻ്റെ ഉപരി നന്മയ്ക്കാണ് തരുന്നത്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, മനക്കരുത്തുള്ള വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയാണ് ഈ സഹനം തരുന്നത് എന്ന് മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോടുകൂടി സഹിക്കാനും കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.